ഹലോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നല്ല മഴ. ഇപ്പോൾ ഡെയിലി മഴയാണല്ലോ. രാവിലെ എഴുന്നേൽക്കാനേ തോന്നൂല. അങ്ങനെ കിടന്ന് ഉറങ്ങിയാലോ എന്ന് വിചാരിക്കും. പക്ഷേ എഴുന്നേൽക്കണമല്ലോ. അങ്ങനെ നേരെ എഴുന്നേറ്റ് അമ്മോരുടെ അടുത്തോട്ട് പോയി അവളുടെ അടുത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ രാവിലെ ഒരു കട്ടൻ ചായ എന്തായാലും വേണം. അങ്ങനെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി ഞാൻ നേരെ ഹാളിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ രാവിലെ കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട് ആൾ. രാവിലെ വന്നിരുന്നിട്ട് ചെയറിൽ വന്നിരുന്നിട്ട് അതിൻ്റെ സൈഡ് കടിക്കുക, അതാണ് പരിപാടി. അങ്ങനെ ഞാൻ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പം മീൻകുട്ടന്മാരൊക്കെ രാവിലെ നന്നായിട്ട് ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ അതിൻ്റെ ഒരു ക്ലിപ്പ് എടുത്തു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല ഉറക്കമാണ് ആൾ. രാവിലെ ഞാനൊരു 6:30 പോയി വിളിച്ച് പൊക്കിയിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. നല്ല മയങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നേരെ അകത്തേക്ക് വന്നിട്ട് അവിടെ സോഫയിൽ കിടന്നിട്ടാണ് ഉറക്കം. അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ കട്ടൻ ചായയൊക്കെ കുടിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് മുട്ട വെച്ചു. അവൾക്കുള്ള 2 മുട്ടയും പിന്നെ നമുക്ക് രാവിലെ മുട്ടയായിരുന്നു, മുട്ടക്കറിയായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും അനിയത്തിയും കൂടെ അവിടെ ഇരുന്നു കുറേ നേരം അവളുമായിട്ട് കളിച്ചു. അങ്ങനെ രാവിലെ കുറേ സമയം നമ്മൾ അവളുമായിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ. അപ്പോൾ അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുത്തു. അപ്പോൾ അവൾക്ക് രാവിലെ മുട്ട പുഴുങ്ങിയതും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവളുടെ പെല്ലറ്റ് പെഡിഗ്രി അതും കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്താണ് അവൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവളതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഉഷാറാവും. കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും പിന്നെ വയറൊക്കെ നിറഞ്ഞ് കുറേ നേരം കഴിയുമ്പോഴത്തേനും ആൾ പതിയെ ഒരു ചെറിയൊരു മയക്കത്തിലൊക്കെ ആവും. അപ്പം അതിന് മുമ്പ് ഇങ്ങനെ കുറച്ച് കളി അങ്ങോട്ടോട്ടെ ഇങ്ങോട്ടോട്ടെ. ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് ആൾക്ക് ഒരു മൂഡും ഇല്ല. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളി അതൊക്കെയാണ്. ഇന്ന് മഴയായതുകൊണ്ട് ആൾ കുറച്ച് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് കുറച്ച് മടിയുണ്ട്. മഴ പെയ്യുകയാണെങ്കിൽ പുറത്തേക്ക് പോകില്ല, ആ സൈഡിൽ തന്നെ നിൽക്കുള്ളൂ. അപ്പം എന്ത് കിട്ടിയാലും പുള്ളിക്കാരത്തി വായിലേക്ക് എടുത്തിടുന്നൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ അധികം അങ്ങനെ അഴിച്ചു വിടാറുമില്ല. എന്ത് കിട്ടിയാലും വായിലേക്ക് ഇടും. കല്ലാണെങ്കിലും മണ്ണാണെങ്കിലും. പിന്നെ മണ്ണ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി മണപ്പിച്ച് നക്കിയാണെങ്കിലും ആളത് എടുക്കും. പിന്നെ കുപ്പി, മെയിനായിട്ടും പുല്ല്, അതൊക്കെയാണ് ഇഷ്ടം. ഇതൊക്കെ കഴിക്കുന്നത്. അപ്പം അതങ്ങനെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അധികം ഇപ്പം അങ്ങനെ അഴിച്ചു വിടൂല. അഴിച്ചു വിട്ടാലും പറമ്പിലേക്ക് ഒരൊറ്റ ഓട്ടമാണ്. പിന്നെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 3 പേര് ഓടണം പുറകെ തരണമെങ്കിൽ തന്നെ. പിടിച്ച് ഓടിച്ചിട്ടാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ രാവിലെ കുറേ അവളുടെ അടുത്തേക്ക് ഇരിക്കുകയാണ്. അവളെ കുഞ്ഞിക്കാലുകളൊക്കെ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കള്ളനോട്ടം നോക്കും നമ്മളെ, എങ്ങനെ നോക്കും. ഭയങ്കര പിണക്കമാണ്. എന്തെങ്കിലും നമ്മൾ വഴക്ക് പറയുകയാണെങ്കിൽ നന്നായിട്ട് അറിയാം. എന്നിട്ട് പിണങ്ങി ഇങ്ങനെ ഇരിക്കും. അതൊക്കെയാണ് ആളുടെ പരിപാടി. പിന്നെ കുറച്ച് നേരത്തിന് മൈൻഡ് ചെയ്യില്ല. നമ്മൾ തൊട്ടാൽ ഇങ്ങനെ കൈതട്ടി മാറ്റും. ഇപ്പം കണ്ട സോഫയിലേക്ക് കയറുന്നത്. സാധാരണ സോഫയിലേക്ക് ചാടി വന്ന് കയറലാണ് പതിവ്. ഇന്നിപ്പോൾ പുതിയതായിട്ട് ഉറക്കം മൂടായതുകൊണ്ട് എങ്ങനെയും പതിയെ കയറിയിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പം ഞാൻ വഴക്ക് പറയണം, എന്താണ് ഇവിടെ കാണിക്കുന്നത്, എന്താണ് അഭിനയമാണോ നിനക്ക്, നീ എന്താ ഇങ്ങോട്ട് നോക്ക് എന്നൊക്കെ പറയുമ്പോൾ കണ്ടോ തലയ്ക്ക് ഇങ്ങനെ കുനിച്ച് വെച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി. അപ്പം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണമല്ലോ. അവളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്കുള്ള പുട്ടിനുള്ള മാവ് ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ തലേന്നത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു. പുട്ടൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുട്ടക്കറിക്കുള്ള സംഭവങ്ങളൊക്കെ ഞാൻ സൈഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പതിയെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓരോരുത്തരായിട്ട് കഴിച്ചു തുടങ്ങും. അങ്ങനെ ഇതിനിടയ്ക്ക് ഞാൻ അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് രാവിലെ നമ്മൾ എല്ല് കൊടുക്കാറുണ്ട്. എല്ല് എല്ലാ ദിവസമൊന്നും ഇല്ല, ഇടയ്ക്ക് നമ്മളിങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ട് 2-3 കഷ്ണം എല്ല് വീതം പുഴുങ്ങി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വേവിച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ അവൾക്ക് കൊടുക്കാറുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് അതിൻ്റെ ഇടയ്ക്കൊക്കെ പോയി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പുട്ടിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ മുട്ടക്കറിക്കുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ മുട്ടക്കറി എപ്പോൾ ഉണ്ടാക്കിയാലും എനിക്ക് ഫ്ലോപ്പായിരിക്കും. നേരത്തെയൊക്കെ ആദ്യമൊക്കെ മുട്ടക്കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എപ്പോൾ ഉണ്ടാക്കിയാലും ഫ്ലോപ്പാണ്. എന്താ കാര്യമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് കിട്ടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അമോറയുടെ ഫുഡിൻ്റെ പരിപാടിയിലേക്ക് വന്നു ഞാൻ. അവൾക്ക് നമ്മൾ ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആകുമ്പം കൊടുക്കുന്നത്, രാവിലെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 12 മണിക്ക് നമ്മൾ പംകിനും ക്യാരറ്റും ബീൻസും നന്നായിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കും കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കുക്കറിലിട്ട് ചിക്കനും കൂടെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് ചിക്കനും കൂടെ ഇട്ട് വേവിച്ച് ഉടച്ച് കൊടുക്കലാണ്. അപ്പം ഞാൻ ആ എല്ലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ എല്ലുമായിട്ട് ഞാൻ പുറത്തേക്ക് വന്നു അതൊക്കെ തണുപ്പിച്ചിട്ട്. അപ്പോൾ ഇവിടെ വെള്ളം കൂടി ഭയങ്കര കുറവാണ്, നമുക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യം അതിന് വെള്ളം കൊടുക്കണം. അതിന് പിന്നെ ഉറക്കമായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് കൊഞ്ചിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കും ഇവളെന്താ ചെയ്യണം, എൻ്റെ പാത്രമൊക്കെ എടുത്ത് പോയിട്ടുണ്ടല്ലോ, എനിക്ക് വല്ലതും തരുമോ, പാത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ഇരുന്ന് നോക്കുകയാണ്. കണ്ടോ കള്ളനോട്ടം കണ്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ആ വെള്ളം മാത്രം ഒഴിച്ച് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കുറച്ച് അതിൽ നിന്ന് കുറച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ എല്ലാം ഞാൻ മാറ്റി വെക്കും, ആൾക്കറിയില്ല എല്ലാം അതിനകത്ത് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എല്ല് കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് വെള്ളം കുറച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ആദ്യം കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ആലോചിച്ചിട്ട് കുടിക്കുകയാണ്, ഇനി കുടിക്കണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി കുടിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എല്ലും കഷ്ണം ഇട്ട് കൊടുത്തു. എല്ലും കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ ആൾ അതിൽ നിന്ന് നേരെ എടുത്ത് ആൾ പോകും. നമ്മൾ എടുത്തോ എന്ന് പറയുമ്പോഴും ഇപ്പോൾ എടുക്കുകയുള്ളൂ. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വന്ന് എടുക്കുമായിരുന്നു. ഇപ്പം നമ്മൾ കുറേ പ്രാവശ്യം പറയണം എടുത്തോ എടുത്തോ ഒന്ന് പറയണം, എന്നാൽ മാത്രമേ ഇപ്പം വന്ന് എടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് വന്ന് എടുത്തു കഴിഞ്ഞാൽ എല്ലും കഷ്ണവും കൊണ്ടുപോയി ആൾ എവിടെയാണോ കിടക്കുന്നത് അവിടെ കൊണ്ടുവന്നിട്ടിട്ട് വിശാലമായിട്ട് കടിച്ച് തിന്നും. ഈ സമയത്തും വേണമെങ്കിൽ നമുക്ക് അവളുടെ ലീസ അഴിച്ചു വിടാം. അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അവൾ അവിടെ തന്നെ ഉണ്ടാവും, എവിടെയും പോവില്ല. അല്ലാത്ത സമയത്ത് വിട്ട് കഴിഞ്ഞാൽ അവൾ പറമ്പ് മുഴുവൻ പോയി എന്തൊക്കെയാണ് തിന്നാൻ പറ്റുകയെന്ന് വെച്ചാൽ അതൊക്കെ തിന്നും. അങ്ങനെ പിന്നെയും നല്ല മഴയുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം ഈ പണിക്കിടയിൽ അവളുടെ അടുത്ത് വന്ന് കുറച്ച് നേരം ഇരിക്കുക. ഭയങ്കര മഴ. അപ്പോൾ അവളെ കുളിപ്പിക്കണമെന്ന് വിചാരിച്ചായിരുന്നു രാവിലെ. അപ്പോൾ രാവിലെ തുടങ്ങിയിട്ടേ വല്ലാത്തൊരു കാലാവസ്ഥ ആയതുകൊണ്ട്, മഴ ആയതുകൊണ്ട് പിന്നെ കുളിപ്പിക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചു, നാളെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് വന്ന് നേരെ ഉച്ചക്കലത്തേനുള്ള ഭക്ഷണം റെഡിയാക്കലാണ്. അപ്പം ഞാൻ കുറച്ച് ഉണക്കലിരിപ്പുണ്ടായത് ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കി. അത് വെച്ചിട്ട് മീൻകറി പോലെ നമ്മൾ ഉണ്ടാക്കില്ല, അപ്പോൾ അതുപോലെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായി. ഞാൻ ചോറും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ള അരപ്പെല്ലാം റെഡിയാക്കി അരച്ചിട്ടു. പിന്നെ അതിന് കടുകൊക്കെ താളിച്ച് ഞാൻ ഒഴിച്ചു. അതിനുശേഷം ഞാൻ കുറച്ച് ബ്രിഞ്ചോൾ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായി. ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം ഞാൻ ആ സെയിം പാത്രത്തിലേക്ക് തന്നെ ബ്രിഞ്ചോൾ ഫ്രൈ ആക്കാനിട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഫ്രൈ ആക്കി കഴിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ചട്ടിയിൽ ചിക്കൻ വറുക്കാൻ വേണ്ടി വെച്ചു.
ഇപ്പുറത്ത് സെയിം ഇതിൽ തന്നെ ഞാൻ മെഴുക്കുവരട്ടിക്കുള്ള സാധനവും സെറ്റ് ചെയ്തു. പയർ മെഴുക്കുവരട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഇതേ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു അപ്പോൾ ഒരു ചക്കയപ്പം കിട്ടിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അതും അങ്ങനെ അകത്താക്കി. എന്നിട്ട് കുറച്ച് നേരം അവളുടെ കൂടെ പുറത്തേക്കൊക്കെ പോയി. അവൾക്ക് കുപ്പി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവളുടെ കളി അതിലാണ്. നമ്മളെ എടുക്കാൻ വേണ്ടി ചെല്ലണം വാങ്ങിക്കുന്ന പോലെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, നമ്മളെ പറ്റിക്കും. അവളും ഫുൾ ഓട്ടമായിരിക്കും. ഇതാണ് അവളുടെ പരിപാടി. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഒരു ചെറിയൊരു കിളിക്കൂട് കണ്ടു. അങ്ങനെ കുറച്ച് നേരം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്